നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കുലദൈവങ്ങളെ ആരാധിക്കുന്നതും അവർക്ക് വേണ്ടി പൂജകൾ ചെയ്യുന്നതും എല്ലാം സ്വാഭാവികമായിരിക്കാം. എന്നാൽ മധ്യപ്രദേശിലെ ഒരു കർഷക കുടുംബത്തിൽ വർഷങ്ങളായി കുലദൈവതയെ ആരാധിച്ചിരുന്നത് ദിനോസർ മുട്ടകളെയായിരുന്നു. മധ്യപ്രദേശിലെ പാട്ലിയ ഗ്രാമത്തിലെ ഒരു കർഷകന്റെ കുടുംബത്തിനാണ് ഇത്തരത്തിൽ അബദ്ധം വന്നു പിണഞ്ഞത്. തലമുറകളായി വെസ്റ്റ മഡോലിയ എന്ന കർഷകന്റെ കുടുംബം ആരാധിച്ചിരുന്ന ഉരുളൻ കല്ലുകൾ ദിനോസറുകളുടെ ഫോസിൽ മുട്ടകളായിരുന്നു. വിലറ്റ് ബാബ എന്ന പേരിൽ അവർ തേങ്ങയുടച്ച ഈ രൂപത്തെ ആരാധിച്ചിരുന്നു. മഴക്കാലത്ത് ആടിനെയും ബാബയ്ക്ക് ബലി കഴിപ്പിച്ചിരുന്നു. തങ്ങളുടെ കൃഷിഭൂമിയെയും കന്നുകാലികളെയും ബാബ സംരക്ഷിക്കും എന്ന വിശ്വാസത്തിലാണ് ഇവർ ഇതെല്ലാം ചെയ്തത്. എന്നാൽ ഈ സമയത്ത് ഒരു കൂട്ടം വിദഗ്ധരായ പുരാവസ്തു ഗവേഷകർ ഗ്രാമത്തിലെത്തിയത് ഈയിടയ്ക്കായിരുന്നു. ലക്നൌവിലെ ബർബിൽ സാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസിലെ വിദഗ്ധർ ഈ പ്രദേശം സന്ദർശിച്ചപ്പോഴാണ് ഈ കുടുംബങ്ങൾ ആരാധിക്കുന്ന ഈ ഉരുളൻ കല്ല് യഥാർത്ഥത്തിൽ ടെറ്റനോസറോസസ് എന്ന ഇനത്തിൽപ്പെടുന്ന ഡിനോസറുകളെ ഫോസിലൈസ് ചെയ്ത മുട്ടകളാണെന്ന് തിരിച്ചറിഞ്ഞത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മുട്ടകളായിരുന്നു ഇവ. പഠനത്തിൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന നീണ്ട കഴുത്തുകളോട് കൂടിയ സെറോപോഡുകളാണ് ഇവയെന്ന് കണ്ടെത്തി. ചുറ്റുമുള്ള ഗ്രാമത്തിലെ ജനങ്ങൾ ഇതിനെ ആരാധിക്കുന്നതായിട്ടും കണ്ടെത്തിയെന്നും തങ്ങൾക്ക് 2011 മുതൽ ഡിനോസർ ഫോസിൽസ് പാർക്ക് ഉണ്ടെന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ AS സോളങ്കി അറിയിച്ചു. ധാർ എന്ന ജില്ലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മുൻപും ഇവിടെ നിന്നും 250-ലധികം ദിനോസർ മുട്ടകൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ നർമ്മദ താഴ്വരയിൽ ഉൾപ്പെടുന്ന ഇവിടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുൻപ് നിരവധി ദിനോസറുകൾ ഉണ്ടായിരുന്നു എന്നതാണ് സൂചനകൾ. 175 മില്യൺ വർഷങ്ങളോളം ഭൂമിയെ അടക്കി വാണ ഡിനോസറുകൾക്ക് 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ചു എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം. ഒരു കാലത്ത് ഭൂമി അടക്കി വാണിരുന്നവയാണ് ഡിനോസറുകൾ. വളരെ പെട്ടെന്നായിരുന്നു ഭൂമിയിൽ നിന്നും അവർ മൺമറഞ്ഞു പോയത്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹ മേഖലയുടെ പുറം അതിർത്തിയിൽ നിന്നെത്തിയ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചാണ് ഇവ അപ്രത്യക്ഷമായത് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്ന പഠനം പറയുന്നത്. ഇനി ഒരിക്കലും അവ തിരിച്ചു വരില്ല എന്ന വിശ്വാസത്തിലാണ് നാമെങ്കിലും ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ പ്രകാരം ഡിനോസറുകളോ അവയോട് സാമ്യമുള്ള സ്പീഷീസിലെ മറ്റു മൃഗങ്ങളോ ഭൂമിയിൽ നിന്നും അകലെയുള്ള ഗ്രഹങ്ങളിൽ ഉണ്ടാകാമെന്ന പഠനമാണ് മുന്നോട്ട് വെച്ചത്. ഉയർന്ന തോതിലുള്ള ഓക്സിജനാണ് ദിനോസറുകളുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് കൂടുതലുള്ള ഗ്രഹത്തിൽ ദിനോസറുകൾ ഉണ്ടാകാമെന്ന സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വർഗം, രൂപം, ആകൃതി, ജീവിച്ചിരുന്ന പരിസ്ഥിതി എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ജീവികളായിരുന്നു ദിനോസറുകൾ. ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാലിയന്റോളജിസ്റ്റുമാർ ഇവയെ 500-ൽ പരം ജൈനസുകളായും 1000-ൽ പരം ഉപവർഗമായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. എല്ലാ വൻകരകളിൽ നിന്നും ഡിനോസറുകളുടെ ഫോസിലുകളും കിട്ടിയിട്ടുണ്ട്. ഭീകരനായ പല്ലി എന്നർത്ഥം വരുന്ന ഡിനോസർ എന്ന പേര് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇംഗ്ലീഷ് പാലന്റിയോളജിസ്റ്റ് ആയിട്ടുള്ള റിച്ചാർഡ് ഓവൻ 1840-ലാണ് ഗ്രീക്ക് ഭാഷയിലെ ഭീകരൻ എന്നർത്ഥമുള്ള ഡൈനോസ് എന്ന പദവും പല്ലി എന്നർത്ഥമുള്ള സറോസ് എന്ന പദവും കൂട്ടിച്ചേർത്ത് ഡൈനോസർ എന്ന പേരുണ്ടാക്കിയത്. വലിയ രൂപവും ചുവന്ന കണ്ണുകളും കൂർത്ത പല്ലുകളും ഉള്ളവയാണെന്ന് നാം ധരിക്കുന്ന ഡിനോസറുടെ മുട്ടയെ ആരാധിച്ചുവെന്ന വാർത്ത എന്തായാലും ശാസ്ത്രലോകത്തെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്.